ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അതിനെ സമീപിക്കുന്നത് അല്ലേ. ലോങ് റൈഡ് പോയി കഴിഞ്ഞാൽ ശരിയാവും, അല്ലെ കടലിൽ കുറച്ചു നേരം നോക്കിയിരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടും, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ലോങ് റൈഡ് പോയാൽ അല്ലെങ്കിൽ കടലിൽ നോക്കിയിരുന്നാൽ ഇതൊക്കെ നമുക്കൊരു താൽക്കാലിക ആശ്വാസം തരും. അതായത് നമ്മുടെ ചിന്തകളെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യിക്കാൻ ഈ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവിടെ തന്നെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. സോ പ്രശ്നങ്ങളെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പല ആളുകളും എന്തിനാണ് നമ്മൾ കൗൺസിലിംഗ് എടുക്കുന്നത്, തെറാപ്പി എടുക്കുന്നത് എന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. ഈ കൗൺസിലിംഗ് അല്ലെ തെറാപ്പിയിലൂടെ നമ്മുടെ ഇഷ്യൂസിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനോട് ശരിയായ സമീപനം സ്വീകരിക്കാനുള്ളൊരു പ്രാപ്തിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു പ്രോസസ്സാണിത്. നമ്മുടെ മനസ്സിൽ കാലങ്ങളായി അടക്കി വെച്ചിരിക്കുന്ന ആങ്സൈറ്റി, ഡിപ്രഷൻ, ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ്, ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ, സ്ട്രെസ്സ്, ഇതിനെയൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയുവാനും അതിനെയൊക്കെ സോൾവ് ചെയ്യാനും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യാനും ഒക്കെ നമ്മൾ ഈ കൗൺസിലിങ്ങും തെറാപ്പിയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു മുറിവോ ഒരു അസ്വസ്ഥതയോ ഒക്കെ വന്നു എന്ന് കരുതുക, നമ്മൾ എന്ത് ചെയ്യും? അതിന് പ്രോപ്പറായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. പോയിട്ടൊരു ഡോക്ടറെ കാണും, മെഡിസിൻ തരുവാണെങ്കിൽ അത് കഴിക്കും, അതല്ല എന്തെങ്കിലും ഫിസിയോതെറാപ്പിയോ അങ്ങനത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് ചെയ്യും. അങ്ങനെ നമ്മൾ ശരീരത്തെ കൃത്യമായിട്ട് പരിപാലിക്കുന്നുണ്ട്. മനസ്സും ഇതേ പരിഗണനയും പരിപാലനവും അർഹിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിനൊരു മുറിവുണ്ടായാലുണ്ടല്ലോ, അത് കൃത്യമായിട്ട് പരിഹരിച്ചില്ലെങ്കിൽ ആ മുറിവ് കാലങ്ങളോളം ഇങ്ങനെ നിൽക്കും. എന്ന് മാത്രമല്ല, നിൽക്കും തോറും ഇത് ഭയങ്കര വേഴ്സ് ആയിക്കൊണ്ടേ. നമ്മുടെ മനസ്സ് ചില സമയത്ത് പ്രഷർ കുക്കർ പോലെ ആക്ട് ചെയ്യുന്നത്. അതായത് ഈ പ്രഷർ കുക്കറിനകത്ത് കൃത്യസമയത്ത് വിസിൽ വന്ന് ഓവറായിട്ടുള്ള പ്രഷർ പുറത്ത് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കും അല്ലേ. ഇതുപോലെ തന്നെയാണ് മനസ്സും. ശരിയായ സമയത്ത് നമുക്ക് റിലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ മൈൻഡിൽ നിന്ന് റിലീസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ഭയങ്കരമായിട്ട് അങ്ങ് ബേൺ ഔട്ട് ആവും, ഭയങ്കരമായിട്ട് എക്സോസ്റ്റ് ആയി ജീവിതത്തിൽ സമാധാനം കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരു പക്ഷെ എത്തിച്ചേർന്നേക്കാം. ചില ആളുകൾ വന്ന് പറയാറുണ്ട്, എനിക്ക് ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, യാതൊരു സമാധാനവും ഇല്ല, എന്തൊക്കെ ചെയ്തിട്ടും ഒരു സന്തോഷം കിട്ടുന്നില്ല ജീവിതത്തിൽ, ഭയങ്കര സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ കുഞ്ഞു കാര്യത്തിനൊക്കെ ഞാൻ വളരെയധികം ടെൻഷൻ അടിക്കാറുണ്ട്, രാത്രിയിൽ കിടന്നു കഴിഞ്ഞാൽ ഉറക്കമില്ല, ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ് എന്നൊക്കെ പറയും. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഈ തെറാപ്പിയും കൗൺസിലിങ്ങും എടുക്കാൻ മാത്രം പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതുകൂടി അതിൻ്റെ കൂടെ ചേർക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൗൺസിലിംഗ് എടുക്കുന്നതിനോ തെറാപ്പി എടുക്കുന്നതിനോ നമ്മൾ മെൻ്റലി ഇല്ലാവണം എന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. വളരെ നോർമലായിട്ടൊരു ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്കുണ്ടായേക്കാവുന്ന സ്വാഭാവികമായ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പം അതിനെ ഒന്ന് താത്ത് വയ്ക്കുവാൻ, ഒരു സമാധാനം കണ്ടെത്തുവാൻ, എല്ലാ കാലവും ഈ ഭാരം ഇങ്ങനെ പേറി നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നൊരു തിരിച്ചറിവുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഓപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കൗൺസിലിങ്ങിലൂടെയും തെറാപ്പിയിലൂടെയും ഒക്കെ നമുക്ക് നമ്മളെ പറ്റി തന്നെ കൃത്യമായൊരു അവയർനെസ് കിട്ടും. അതായത് നമ്മുടെ ബൗണ്ടറീസ് എവിടേക്കാണ്, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, നമുക്ക് പറ്റുന്ന കോപ്പിംഗ് സ്ട്രാറ്റജി ഏതാണ്, ഇങ്ങനെ നമ്മുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളെപ്പറ്റി ഒരു സെൽഫ് റിഫ്ലക്ഷൻ പോലെയാണ് ഈ പ്രോസസ്സ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് സെഷൻസ് അല്ലെ തെറാപ്പി സെഷൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്കുണ്ടായേക്കാവുന്ന അത്തരം ഇഷ്യൂസിനെ സ്വയം പ്രതിരോധിക്കുവാൻ അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുവാൻ കൂടി നമ്മൾ ആ സമയത്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്, ലേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ജിമ്മിലൊക്കെ പോയി ശരീരത്തിന് വേണ്ടിയിട്ട്, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നല്ലതായിട്ട് വർക്കൗട്ട് ചെയ്യുകയും എക്സർസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമല്ലേ. അതുപോലെ മനസ്സിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിനെ ഒന്ന് സ്വയം റിഫ്ലക്റ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കരുത്തോടെ, കൂടുതൽ സമാധാനത്തോടെ, കൂടുതൽ ദിശാബോധത്തോടെ, ഇതിലെല്ലാം ഉപരി നല്ല സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു പ്രാപ്തിയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഒരു കാര്യം തിരിച്ചറിയുക, നമ്മൾ മാനസികാരോഗ്യ സഹായം സ്വീകരിക്കുന്നത് ഒരിക്കലും നമ്മുടെ വീക്ക്നെസ് അല്ല, നമ്മൾ നമ്മളെ കരുതുന്നു എന്നുള്ള ഒരു സ്വയം ബോധ്യമാണ്. താങ്ക് യു.